രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ഡിലേ ആയിപ്പോയി, നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും കൃത്യം 5 മണിയാകുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ടൈം മാറ്റണമെങ്കിൽ പറയണം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയം ഏത് സമയത്ത് പോസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് സൗകര്യമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓരോരുത്തരും അവരവരുടെ മതത്തിൽപ്പെട്ട അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊള്ളൂ. ഇനി മുടക്കം വരുത്തില്ല, ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ ഇതിനു മുമ്പുള്ള 8 എപ്പിസോഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻ്റെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 3 മണിയാകുമ്പോൾ ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ നാരായണീയത്തിൻ്റെ ക്ലാസ്. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ കഥ അടുക്കിന് ഇന്ന് വരെ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. 80 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ കഥ, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ കഥ 3 മണിയാകുമ്പോൾ കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതി കിട്ടും. എല്ലാ വെള്ളിയും ശനിയും ഇപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 5 മണി. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ സമയം മാറ്റി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡേ സാറ്റർഡേ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിലിരിക്കാം. അപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. പിന്നെ കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കേൾക്കുമല്ലോ.
അതേ കണക്ക് അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിലോ അസ്ട്രോളജിയിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 9645333999 എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചാൽ മതി. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും ഞാൻ എവിടെയാണെന്ന്. ഞാൻ കൊല്ലത്തുള്ള ആളാണ്. എനിക്കിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളെ ഞാൻ വളരെ വേഗം സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗത്തിലേക്കാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. ഇതൊരു 7-8 ക്ലാസ് ഇങ്ങനെ പോകട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും അത്യാവശ്യം വാക്കുകളാണ്, വൊക്കാബുലറി. ഈ വൊക്കാബുലറി ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമറിൽ എത്ര പണ്ഡിതനാണെങ്കിലും ശരി, പിടികിട്ടിയല്ലേ? ഇപ്പം നിങ്ങൾക്കിപ്പം ഗ്രാമർ അരച്ച് കലക്കി കുടിച്ചു വച്ചിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ രക്ഷയില്ല. ഇപ്പം കുഞ്ഞുണർന്നു എന്ന് പറയണം, അപ്പം നിങ്ങൾക്കറിയാം കുഞ്ഞ് ഗ്രാമർ സഹിതം അറിയാം. ബേബി, അത് കഴിഞ്ഞ് അത് പ്രസന്റ് പെർഫെക്റ്റ് പറയണം. അപ്പം ഹാസ്, അപ്പം ബേബി ഹാസ്, ഗ്രാമർ എല്ലാം അറിയാം. പക്ഷേ ഉണരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും? പിന്നെ നിങ്ങൾ എന്താ ചെയ്യും? ഗ്രാമറൊക്കെ അറിയാം നിങ്ങൾക്ക്. നിങ്ങൾ ബേബി ഹാസ് പിന്നെ ഇങ്ങനെ പറയേണ്ടി വരും. വേണ്ട, കൂർക്കം വലിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നു? കണ്ണ് തുറക്കുന്നു. ഇങ്ങനെ ഗോഷ്ടി കാണിക്കേണ്ടതായിട്ട് വരും. ബസ് കൊക്കയിൽ വീണു എന്ന് പറയണം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഗ്രാമർ എല്ലാം അറിയാം. കൊക്കയുടെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാങ്കിൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അതേസമയം ഒരുത്തന് ഗ്രാമർ ഒന്നും അറിഞ്ഞുകൂടാ, അവന് കൊക്കയുടെ ഇംഗ്ലീഷ് അറിയാം, ഉണരുകാട് ഇംഗ്ലീഷ് അറിയാം, അവനൊക്കെ പറഞ്ഞു പോകും. അവിടെ പ്രസന്റും പാസ്റ്റും ഒന്നും ഒരു വിഷയമല്ല. അതാണ് കോവളത്തെ കപ്പലണ്ടിക്കാരൻ ഉൾപ്പെടെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മലയാളം വാക്കുകളുണ്ട്, അതിന് തുല്യമായ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നില്ല. അതിന് നിങ്ങൾ വളരെ അത്യാവശ്യമായി ഫ്രൈസൽ വെർബ് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ മോസ്റ്റ് എസെൻഷ്യൽ വൊക്കാബുലറി, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറി തരും. അതേ കണക്ക് അഡ്ജക്റ്റീവ്സ്. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഗ്രാമറും ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ധൈര്യമായിട്ട് സംസാരിക്കാൻ ഇറങ്ങും. ഒരുപാട് ഗ്രാമർ പഠിച്ചാലും കുഴപ്പമാണ്. അത് കൂടാതെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന സ്ട്രക്ചർ ക്ലാസ് ഉണ്ട്, അത് തുടരും. അത് ഞാൻ തുടരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് വൊക്കാബുലറി. ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഫ്രൈസൽ വെർബാണ്. ഈ ഫ്രൈസൽ വെർബ് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമല്ല, ഡിഗ്രിക്ക് എക്സാം എഴുതാൻ പോകുന്നവർക്ക്, ബാങ്ക് ടെസ്റ്റിന് പോകുന്നവർക്ക്, അങ്ങനെ വലിയ വലിയ എക്സാം എഴുതുന്നവർക്ക് വളരെയധികം സഹായിക്കും. അതോടൊപ്പം 10ൽ പഠിക്കുന്നവർക്ക്, +2കാർക്കൊക്കെ വളരെ പ്രയോജനകരമാണ്. ഞാൻ ഇവിടെ തരുന്ന ഫ്രൈസൽ വെർബ് ബ്രിട്ടീഷുകാർ സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് വളരെ ഇഷ്ടമാണ് ഇത്തരം ഫ്രൈസൽ വെർബ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നോർമൽ വൊക്കാബുലറി കളഞ്ഞിട്ട് അവർ ഫ്രൈസൽ വെർബാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഫ്രൈസൽ വെർബ്? ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തി, അതിനെയാണല്ലോ നമ്മൾ വെർബ് എന്ന പേര് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ചേരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ദേഹം അനങ്ങി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കോൾ. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു പ്രിപ്പോസിഷൻ ചേർക്കുന്നു, ഓൺ. കാൾ ഓൺ. അപ്പൊ കോള് വിളിക്കുക, ഓൺ പുറത്ത്. അപ്പൊ പുറത്ത് കയറി ഇരുന്ന് വിളിക്കുന്നു എന്നല്ല. ഇവിടെ ഇനി കോളിന്റെ അർത്ഥവുമില്ല, ഓണിന്റെ അർത്ഥവുമില്ല. പുതിയൊരർത്ഥമാണ് സന്ദർശിക്കുക. ഇത് കണക്ക് കോൾ ഓഫ്, OFF നമ്മൾ പിൻവലിക്കുക. സ്ട്രൈക്കൊക്കെ കോൾ ഓഫ് ചെയ്തെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം ഓരോ ഇതിൻ്റെ കൂടെയും ഈസ്റ്റ്, അതിൻ്റെ കൂടെ OFF ഓഫ്, അത് കുറയുക. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വരുന്നതാണ് ഫ്രൈസൽ വെർബ്. ബ്രിങ്, അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ അപ്പ് വരുമ്പോൾ ഒരർത്ഥം, ഓഫ് വരുമ്പോൾ ഒരർത്ഥം, ഓൺ വരുമ്പോൾ ഒരർത്ഥം. ഈ ഫ്രൈസൽ വെർബ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഫ്രൈസൽ വെർബ് വേക്കപ്പ് ഫ്രൈസൽ വെർബാണ്. അപ്പോ ഒരു കാരണവശാലും ഈ ഫ്രൈസൽ വെർബ് അങ്ങനല്ല അവർ പറയുന്നത്.
ഫ്രൈസൽ വെർബിന്റെ നടുക്ക് പറയാനുള്ളത് ഇട്ടിട്ട് പറയും. ഇപ്പം നമ്മള് wake up me, ഇത് തെറ്റൊന്നുമില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് വെയ്ക്കപ്പിന്റെ നടുക്ക് മീ ഇട്ട് കൊടുക്കും. കണ്ട, വെയ്ക്ക് അപ്പ്, അതിന്റെ നടുക്ക് മീ ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, വെയ്ക്കപ്പിന്റെ നടുക്ക് മീ ഇട്ട് കൊടുക്കും. അവർ പറയും വെയ്ക്ക് മീ അപ്പ്. ഇങ്ങനെ പറയാനാണ് എളുപ്പമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയും, ശ്രദ്ധിച്ചോണം, ദേ കോൾഡ് ഓഫ് ദ സ്ട്രൈക്ക്. ദേ കോൾഡ് ഓഫ് ദി സ്ട്രൈക്ക്. അവർ സമരം പിൻവലിച്ചു. പക്ഷെ കോൾഡ് ഓഫ് എന്ന് പറയുന്നത് ഫ്രൈസൽ വെർബാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കുറെ കൂടെ ഇഷ്ടം, ഇങ്ങനെ പറയുന്നത് ഈ തെറ്റല്ല, കുറെ കൂടെ ഇഷ്ടം കോൾഡ് ഓഫിന്റെ നടുക്ക് ഇതിട്ട് കൊടുക്കും. അപ്പൊ എങ്ങനെ പറയും? ദേ കോൾഡ് കണ്ട ഓഫ്, ഇതിന്റെ നടുക്ക് ദ സ്ട്രൈക്ക് എന്നിട്ട് കൊടുക്കും. ദ സ്ട്രൈക്ക്. അപ്പൊ അവര് പറയുന്നത് ദേ കോൾഡ് ദ സ്ട്രൈക്ക് ഓഫ്. ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കോൾഡും ഓഫും രണ്ടും രണ്ടാണെന്ന് വിചാരിക്കും. വെയ്ക്കും അപ്പും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് വിചാരിക്കും. ഹി ക്രോസ്ഡ് ഓഫ് ഹിസ് നെയിം. കണ്ടോ, എഴുതിയത് വെട്ടിക്കളയുക. ഹി ക്രോസ്ഡ് ഓഫ് ഹിസ് നെയിം അല്ലെങ്കിൽ ഹെർ നെയിം. പക്ഷെ ക്രോസ്ഡ് ഓഫിന്റെ നടുക്ക് ഹി ക്രോസ്ഡ് ഹെർ നെയിം ഓഫ്, അങ്ങനെ പറയത്തുള്ളൂ. ഇതാണ് ആരെന്ന് പറയുന്ന സാധനം, ഫ്രൈസൽ വെർബ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർക്കുന്നത് ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബ് എഴുതുമ്പോൾ കോള്, വെർബ്, ഓണ്, പ്രിപ്പോസിഷൻ അതിന്റെ നടുക്ക് എഴുതും. കണ്ടോ, ഐ കോൾഡ്, നമ്മൾ വെയ്ക്ക് അപ്പ് അതിന്റെ നടുക്ക് എഴുതും. കണ്ടില്ലേ, കോൾഡ് ഓഫ് അതിന്റെ നടുക്ക് എഴുതും. കോൾഡ് ഓഫ് ദ സ്ട്രൈക്ക് എന്നല്ല, കോൾഡ് ദ സ്ട്രൈക്ക് ഓഫ്. വെയ്ക്ക് അപ്പ് മീ അല്ല, വെയ്ക്ക് മീ അപ്പ്. ഇനി തിരിഞ്ഞായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നോർമലി ഇതാണ് ഫ്രൈസൽ വെർബ്. ഇപ്പൊ ഫ്രൈസൽ വെർബ് എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ. മിക്കപ്പോഴും ഫ്രൈസൽ വെർബിന്റെ നടുക്കാണ് പറയാനുള്ളത്. ഏതൊരു കാര്യവും അങ്ങനെ തന്നെ. ഹി മൈ മദർ, കണ്ടില്ലേ, മൈ മദർ വോക്കപ്പ് മീ അല്ല, മൈ മദർ വോക്ക് മീ അപ്പ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് അടുക്കിന് ഞാൻ നിങ്ങൾക്ക് അക്ഷരമാലാക്രമത്തിൽ ഫ്രൈസൽ വെർബ് തരാൻ പോവുകയാണ്. ഒന്നാമത്തെ ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത് ആഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ, ADDUP. ആഡ് അപ്പ്. പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ പ്രൊനൗൺസിയേഷനൊക്കെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ADD ആഡ് എന്ന് പറയും, UP അപ്പ്, ആഡ് ഇങ്ങനെ പിടിക്കത്തതേ ഉള്ളൂ, അത് വിടത്തില്ല. ആഡ് അപ്പ് ഉണ്ടോ? ആഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ലാസ്റ്റ് ഞാൻ വീഡിയോ ആക്കി കൊടുക്കുന്നുണ്ട്. ആഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നർത്ഥം. കൂട്ടുക, കൂട്ടുക. ഇപ്പൊ എക്സാമ്പിൾ, ആഡ് അപ്പ് ദീസ് നമ്പേഴ്സ് ഉണ്ടോ? ആഡ് അപ്പ് ദീസ് നമ്പേഴ്സ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ നമ്പറുകൾ തമ്മിൽ കൂട്ടാൻ. അപ്പൊ നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെക്കണം. ഒന്നാമത്തെ ഫ്രൈസൽ വെർബ് ആഡ് അപ്പ്, ADDUP. അർത്ഥം എഴുതണം കൂട്ടുക. എന്നിട്ട് എക്സാമ്പിൾ എഴുതണം. ആഡ് അപ്പ് ദീസ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പൊ ഒന്നാമത്തത് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. രണ്ടാമത്തത് ആസ്ക് ഔട്ട്, ASKOUT. ആസ്ക് ഔട്ട്. ആസ്ക് ഔട്ട് അർത്ഥം എഴുതണം, പുറത്തേക്ക് വരാൻ പറയുക. ഒരാളെ നമ്മൾ പുറത്തേക്ക് ക്ഷണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആസ്ക് ഔട്ട് എന്ന് പറയുന്നത്. ഉദാഹരണം, ഷീ ആസ്ക്ഡ് ഹിം ഔട്ട്. ഷീ ആസ്ക്ഡ് ഹിം ഔട്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ, ആസ്ക് ഔട്ട് അതിന്റെ നടുക്കാണ് ഹിം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഷീ ആസ്ക്ഡ് ഔട്ട് ഹിം എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ ഇതാണ് നല്ലത്. ഷീ ആസ്ക്ഡ് ഹിം ഔട്ട്. അവൾ അവൻ്റെ അടുത്ത് പുറത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറയുന്നതാണ് ആസ്ക് ഔട്ട്. അപ്പൊ നിങ്ങൾ എഴുതണം നമ്പർ 2, ASK, ആസ്ക് OUT, ഔട്ട്. ആസ്ക് ഔട്ട്.
സമമിട്ടിട്ട് പുറത്തേക്ക് വരാൻ ക്ഷണിക്കുക. എന്നിട്ട് എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഷീ ആസ്ക്ഡ് ഹിം ഔട്ട്. ഇതാണ് എ വെച്ചുള്ളത്. ഇനി നമുക്ക് ബി വെച്ചുള്ളത് തുടങ്ങാം. ബി വെച്ചുള്ളതെന്ന് പറയുന്നത് കാണാമോ നിങ്ങൾക്ക്? ബാക്ക് അപ്പ്. എ ബി എന്നുള്ള ബി, ബി എ സി കെ യു പി, ബാക്കപ്പ്. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം സപ്പോർട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക എന്നാണ് അർത്ഥം. ഒരാളെ നമ്മൾ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വിൽ യു ബാക്ക് മീ അപ്പ്. ഇവിടെ കിടക്കുന്നുണ്ടോ? വിൽ യു ബാക്കപ്പ് മീ എന്ന് അവർ പറയാറില്ല. ബ്രിട്ടീഷുകാർ പറയുന്നത് ബാക്ക് അപ്പ്, ഫ്രൈസൽ വെർബ്. അതിന്റെ നടുക്കാണ് നമ്മൾ കർമ്മത്തെ ഇട്ട് കൊടുക്കുന്നത് മീ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എളുപ്പമുണ്ട്, അതാണ് പ്രശ്നം. നമുക്ക് സംസാരിക്കുമ്പോൾ ഒഴുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. വിൽ യു ബാക്ക് മീ അപ്പ്. നീ എന്നെ പിന്തുണയ്ക്കുമോ? നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? ഇനി ഇതിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? പുറകോട്ടെടുക്കുക. വാഹനവും മറ്റും പുറകോട്ടെടുക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാക്ക് അപ്പ് എന്ന് നോട്ട്ബുക്കിൽ എഴുതണം. ബാക്ക് അപ്പ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതണം പിന്തുണയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. എക്സാമ്പിൾ വിൽ യു ബാക്ക് മീ അപ്പ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? ഇനി എഴുതുക അടുത്തർത്ഥം പുറകോട്ടെടുക്കുക. നോക്കിക്കോണം. ആസ്ക് ഹിം ടു ആസ്ക് ഹിം ടു. ഈ ആസ്ക് എന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കുക. ആസ്ക് കഴിഞ്ഞ് ടു എന്നാൽ അർത്ഥം പറയുക. ഇതാണ് ആസ്കും ആസ്ക് ടുവും തമ്മിലുള്ള അർത്ഥം. ആസ്ക് ഹിം ടു ബാക്ക് ദ കാർ അപ്പ്. ആസ്ക് ഹിം ടു ബാക്ക് ദ കാർ അപ്പ്. ആസ്ക് ഹിം ടു ബാക്ക് ദ കാർ അപ്പ്. കണ്ടില്ലേ? ദ കാർ, ബാക്കപ്പിന്റെ നടുക്ക് ദ കാർ ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണക്കാര് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ട് വരുന്നതല്ല. ബാക്കപ്പ് ആ വാക്ക് പറഞ്ഞിട്ടല്ലേ അടുത്തത് പറയൂ. ആസ്ക് ഹിം ടു ബാക്കപ്പ് ദ കാർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാര് ബാക്കപ്പിന്റെ നടുക്ക് കാർ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ പറയും? ആസ്ക് ഹിം ടു ബാക്ക് ദ കാർ അപ്പ്. അവന്റെ അടുത്ത് വണ്ടി പുറകോട്ടെടുക്കാൻ പറയുക. അപ്പൊ നിങ്ങൾ ബാക്കപ്പിന്റെ അർത്ഥം എഴുതാൻ അറിയാമല്ലോ. ബാക്കപ്പിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് പിന്തുണയ്ക്കുക. വിൽ യു ബാക്ക് മീ അപ്പ് എന്ന എക്സാമ്പിൾ എഴുതണം. രണ്ടാമത്തെ അർത്ഥം പുറകോട്ടെടുക്കുക. ആസ്ക് ഹിം ടു ബാക്ക് ദ കാർ അപ്പ്. ആ കാറ് പുറകോട്ടെടുക്കാൻ പറയണം. ഇതാണ് ബാക്കപ്പ്. അടുത്തത് ബീറ്റ് ഡൗൺ. മൂന്നാമത്തത് ഇതാണ്, ബീറ്റ് ഡൗൺ. മൂന്നാമത്തത് ഏതാണ്? ബീറ്റ് ഡൗൺ. അർത്ഥം ചവിട്ടി തുറക്കുക എന്നെഴുതി. ചവിട്ടി തുറക്കുക. അപ്പൊ എന്ത് ചവിട്ടി തുറക്കുന്നു? അത് ബീറ്റ് ഡൗണിന്റെ നടുക്ക് എഴുതണം. ഇപ്പൊ നമ്മൾ ഡോറ് ചവിട്ടി തുറക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ പറയും? കണ്ടില്ലേ? ഇത് ഡൗൺ. ഇത് എന്താണ് ചവിട്ടി തുറക്കുന്നത്? ഡോർ. അത് നടുക്ക് എഴുതും. വി ബീറ്റ് ദ ഡോർ ഡൗൺ. അല്ലാതെ വി ബീറ്റ് ഡൗൺ ദ ഡോർ എന്ന് പറയില്ല. നമ്മുടെ വൊക്കാബുലറി കാണാതെ പഠിച്ചുകൊണ്ട് അങ്ങനെ പറയും. വി ബീറ്റ് ഡൗൺ ദ ഡോർ. തെറ്റല്ല, പക്ഷെ ഇങ്ങനെ പറയുന്നതാണ് ഒഴുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? വി ബീറ്റ് ദ ഡോർ ഡൗൺ എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇനി അതേ കണക്ക് തന്നെ അടുത്തർത്ഥം നമ്മൾ ബാർഗെയിൻ ചെയ്ത് വില കുറയ്ക്കുക എന്നാണ് അർത്ഥം. നമ്മൾ വില പേശുക, വില പേശി വില കുറയ്ക്കുക എന്നർത്ഥം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഹി വാണ്ടഡ് 20,000 ഫോർ ദ കമ്പ്യൂട്ടർ. കണ്ടില്ലേ? ഹി വാണ്ടഡ് 20,000 ഫോർ ദി കമ്പ്യൂട്ടർ. 20,000 രൂപയാണ് കമ്പ്യൂട്ടറിന് പറയുന്നത്. ബട്ട് ഐ മാനേജ്ഡ് ടു ബീറ്റ് ഹിം ഡൗൺ 15,000. പക്ഷെ ഞാൻ പറഞ്ഞ് വിലപേശി 15,000 ആക്കി. കണ്ടോ? നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഹി വാണ്ടഡ് 20,000. He wanted 20,000 for the computer. 20,000 for the computer. But I managed
But I managed to beat him down. Managed to beat him down. Managed to beat him down 15,000 rupees. Managed to beat him down. Beat him down 15,000 rupees. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതുക beat down. അർത്ഥം എഴുതണം. ഒന്ന് ചവിട്ടി തുറക്കുക. എന്നിട്ട് we beat the door down. ഇനി രണ്ടാമത്തെ അർത്ഥം വില പേശി വില കുറയ്ക്കുക എന്ന് മലയാളത്തിൽ എഴുതണം. എന്നിട്ട് എക്സാമ്പിൾ he wanted WANTED 20,000 for the computer, but I managed to beat him down 15,000. പക്ഷേ ഞാൻ പറഞ്ഞ് വില കുറപ്പിച്ച് എത്ര രൂപയാക്കി? 15,000 രൂപയാക്കി മാറ്റി. ഇതാണ് ഏതെന്ന് പറയുന്ന സാധനം ബീറ്റ് ഡൗൺ. ഇനി നമ്മൾ അടുത്ത വൊക്കാബുലറി ബ്ലോക്ക് അപ്പ്. ബ്ലോക്ക് അപ്പ്. ബ്ലോക്ക് അപ്പ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതണം അടഞ്ഞിരിക്കുക. അടഞ്ഞിരിക്കുക. നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്കടയത്തില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കയറി ഓടകളൊക്കെ അടഞ്ഞിരിക്കത്തില്ലേ? നോക്കെ മൈ നോസ് ഈസ് എക്സാമ്പിൾ. My nose is blocked up. My nose is blocked up. BLOCKED. എൻ്റെ മൂക്ക് അടഞ്ഞു പോയി. ഉണ്ടോ? നോസ് ഈസ് ബ്ലോക്ക്ഡ് അപ്പ്. അടുത്തത് ബ്ലോ ഔട്ട്. അടുത്തത് ഇതാണ് ബ്ലോ ഔട്ട്. ഉണ്ടോ? ബ്ലോ ഔട്ട്. ബ്ലോയുടെ 3 രൂപം അറിയാമല്ലേ? ബ്ലോയുടെ 3 രൂപം പ്രസന്റ് ബ്ലോ, past blew, past participle blown, present blow BLOW, past BLEW, past participle BLOWN, blow, blew, blown. അത്രയുള്ള അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പറയുന്നത് ബ്ലോ ഔട്ട്. ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഊതി അണയ്ക്കുക. നമ്മൾ വിളക്ക്, മെഴുകുതിരി ഇതൊക്കെ ഊതി അണയ്ക്കത്തില്ലേ? ഇപ്പോൾ ഉദാഹരണം he blew out the lamp. He blew out the lamp. ബ്ലൂ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, ബ്ലോയുടെ പാസ്റ്റ് ടെൻസ് ബ്ലൂ ഔട്ട് ദ ലാമ്പ്. അവൻ വിളക്ക് ഊതി അണച്ചു. പക്ഷെ കുറെ കൂടെ മനോഹരം ബ്ലൂ ഔട്ടിന്റെ നടുക്ക് ദ ലാമ്പ് ഇടും. ഹി ബ്ലൂ ദ ലാമ്പ് ഔട്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ബ്ലൂ ഔട്ടിന്റെ ബ്ലോ ഔട്ടിന്റെ ബ്ലോ, ബ്ലൂ, ബ്ലോ. ഒന്നാമത്തെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്താണ്? വിളക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഊതി അണയ്ക്കുക. ഇനി രണ്ടാമത്തെ അർത്ഥം കാറ്റ് നിറയ്ക്കുക. സൈക്കിളിലോ കാറിലോ ഒക്കെ കാറ്റ് നിറയ്ക്കുന്നതിന് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ വുഡ് യു ഹെൽപ്പ് മീ. ഉണ്ടോ? വുഡ് യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? Blew up this tire. Blew up this tire. ഈ ടയറിൽ കാറ്റ് നിറയ്ക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഇതാണ്. അപ്പോൾ ബ്ലോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബ്ലൂ. അപ്പോൾ ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഊതി അണയ്ക്കുക. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാറ്റ് നിറയ്ക്കുക. വണ്ടിയിൽ കാറ്റടിക്കുന്നതിന്റെ ഇംഗ്ലീഷാണ്. മൂന്നാമത്തത് ബോംബ് വെച്ച് എന്തെങ്കിലും തകർക്കുക അല്ലെങ്കിൽ കൊല്ലുക. ബോംബ് വെച്ച് എന്തെങ്കിലുമൊക്കെ തകർക്കുക അല്ലെങ്കിൽ കൊല്ലുക. ഇപ്പൊ എക്സാമ്പിൾ they threatened. They threatened. കാണാമല്ലോ? they threatened എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഭീഷണിപ്പെടുത്തി. THREATENED. threatened ഭീഷണിപ്പെടുത്തുക. They threatened to blow up the plane. Blow up the plane. ഉണ്ടോ? അപ്പൊ അവരെന്താ ചെയ്തത്? അവര് ബോംബ് വെച്ച് പ്ലെയിൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. They threatened. threatened സ്പെല്ലിംഗ് THREA. ഞാൻ ആദ്യം എഴുതാൻ വിട്ടുപോയി. THREATENED.
TENED, അർത്ഥം ഭീഷണിപ്പെടുത്തി. ടു ബ്ലൂ അപ്പ് ദ പ്ലെയിൻ, പ്ലെയിനെ അല്ല ബ്ലോ അപ്പ് ദ പ്ലെയിൻ, പ്ലെയിൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് അവരെന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി. അപ്പോൾ 3 സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കുമെന്ന് അറിയുക. അപ്പോൾ ബ്ലോ അപ്പിന്റെ ഉപയോഗം മനസ്സിലായ? ബ്ലോ അപ്പിന്റെ ഉപയോഗം 1 മെഴുകുതിരിയോ വിളക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഊതി അണയ്ക്കുന്നു. 2 കാറ്റ് നിറയ്ക്കുന്നു. 3-മത്തത് ബോംബ് വെച്ച് എന്തെങ്കിലും തകർക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നാണ് 3-മത്തതിന്റെ അർത്ഥം. അടുത്തത് ബ്രേക്ക് ഡൗൺ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബ്രേക്ക് ഡൗൺ, അല്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-മത്തെ അർത്ഥം ബന്ധങ്ങൾ ഇല്ലാതാവുക എന്നാണ്. 1-മത്തെ അർത്ഥം നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഇല്ലാതാവുക. ഇപ്പൊ ഉദാഹരണം, അവർ റിലേഷൻസ് ബ്രോക്ക് ഡൗൺ. ബ്രേക്കിന്റെ 3 രൂപം എന്താണ്? ബ്രേക്ക്, ബ്രോക്ക്. ബ്രേക്ക് പാസ്റ്റ് ടെൻസ് ബ്രോക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്കൺ. കണ്ടില്ലേ? പ്രസന്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ കാലം, ഇന്നലെയോ മെനിഞ്ഞാന്നോ ഒക്കെ നടന്നത് ബ്രോക്ക്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്കൺ. അപ്പൊ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ഇല്ലാതാവുക. അവർ റിലേഷൻസ്, അവർ റിലേഷൻസ് ബ്രോക്ക് ഡൗൺ. ഞങ്ങളുടെ ബന്ധം അവസാനിച്ചു, തകർന്നു, കഴിഞ്ഞു പോയതുകൊണ്ട് ഞാനത് പാസിറ്റീവ് പറഞ്ഞു. ഇനി ബ്രേക്ക് ഡൗണിന് മറ്റൊരർത്ഥമുണ്ട്, നിയന്ത്രണം വിട്ട് കരയുക. അങ്ങനെ എഴുതണം നിങ്ങൾ. ബ്രേക്ക് ഡൗൺ 1-മത്തെ അർത്ഥം ബന്ധങ്ങൾ തകരുക. എന്നിട്ട് എക്സാമ്പിൾ, അവർ റിലേഷൻസ് ബ്രോക്ക് ഡൗൺ. 2-മത്തെ അർത്ഥം നിയന്ത്രണം വിട്ട് കരയുക. എക്സാമ്പിൾ, വി ടോൾഡ് ഹർ ദ ബാഡ് ന്യൂസ്. ആ മോശപ്പെട്ട വാർത്ത ഞങ്ങൾ പറഞ്ഞു. ഷീ ബ്രോക്ക് ഡൗൺ. അവൾ എന്ത് ചെയ്തു? ഷീ ബ്രോക്ക് ഡൗൺ ആൻഡ് ക്രൈഡ്. അവൾ ആകപ്പാടെ തകർന്നിട്ട് പൊട്ടിക്കരഞ്ഞു. കണ്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത്? വി ടോൾഡ് ഹർ the bad news. She told her the bad news. കണ്ടില്ലേ? We told her the bad news. She broke down. അത് കേട്ടപ്പോൾ അവൾ തകർന്നു പോയി. She broke down. അവൾ തകർന്നിട്ട് പൊട്ടിക്കരഞ്ഞു. And cried. And cried. ഇപ്പൊ നമുക്ക് ആകെ അറിയാവുന്ന ബ്രേക്ക് ഡൗൺ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നതാണ്. അപ്പൊ ബ്രേക്ക് ഡൗണിന്റെ ഒരർത്ഥം സ്റ്റാൻഡേർഡ് ആൾക്കാർ നമ്മുടെ ബന്ധങ്ങൾ ഒലഞ്ഞു പോകുന്നതിന് ഉപയോഗിക്കുന്നു. 2-മത്തത് ഒരു മോശപ്പെട്ട വാർത്ത കേട്ടിട്ട് പൊട്ടിക്കരയുന്നു. വി ടോൾഡ് ഹർ ദ ബാഡ് ന്യൂസ്. ആ മോശം വാർത്ത ഞങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞു. ഷീ ബ്രോക്ക് ഡൗൺ ആൻഡ് ക്രൈഡ്. ആ വാർത്ത കേട്ടതോടുകൂടി അവൾ തകർന്ന് നിലവിളിച്ചു. ഇനി 3-മത്തെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്ന അർത്ഥം തന്നെ, ബ്രേക്ക് ഡൗൺ. വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്നു പോവുക. ബ്രേക്ക് ഡൗൺ, വണ്ടി തകരാറിലായി നിന്നു പോവുക. 3-മത്തെ അർത്ഥം. അവർ കാർ ബ്രോക്ക് ഡൗൺ. ഞങ്ങളുടെ കാറ് വഴിക്ക് വെച്ച് നിന്നുപോയി. ആൻഡ് വി ഹാഡ് ടു, കണ്ടില്ലേ? ആൻഡ് വി ഹാഡ് ടു പുഷ് ഇറ്റ് ഓഫ്. പുഷ് ഇറ്റ് ഓഫ് the road. Push it off the road. അപ്പോൾ അവർ കാർ ബ്രോക്ക് ഡൗൺ. ഞങ്ങളുടെ കാറ് വഴിക്ക് വെച്ച് കേടായി. വി ഹാഡ് ടു എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി തീർന്നു. അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായി തീർന്നു. പുഷ് ഇറ്റ് ഓഫ് അല്ല, അടുത്ത ഫ്രൈസൽ വെർബ പുഷ് ഓഫ് ആണ്. പുഷ് ഓഫ് തള്ളുക. നിങ്ങൾ വണ്ടിയൊക്കെ ഇങ്ങനെ തള്ളുന്നതിനെയാണ് പുഷ് ഓഫ്. ഫ്രൈസൽ വെർബ് ആയതുകൊണ്ട് പുഷ് ഓഫിന്റെ നടുക്ക് ഇറ്റിട്ട് കൊടുത്തു. ഇത് പുഷ് ഓഫ് ഇറ്റ് എന്ന് പറയാം. അപ്പൊ 3-മത്തെ, അവർ കാർ ബ്രോക്ക് ഡൗൺ, വി ഹാഡ് ടു പുഷ് ഇറ്റ് ഓഫ് ദ റോഡ്. പിന്നെ ഞങ്ങൾ റോഡിലൂടെ ഇത് തള്ളി. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള ബ്രേക്ക് ഡൗണിന് 3 അർത്ഥങ്ങളുണ്ടെന്ന സത്യം മനസ്സിലാക്കുക. 1-മത്തത് അർത്ഥം ബന്ധങ്ങൾ ഇല്ലാതാവുക എന്നാണ് 1-മത്തെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെ? അവർ റിലേഷൻസ് ബ്രോക്ക് ഡൗൺ. 2-മത്തത് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുക എന്നുള്ളതാണ്. വി ടോൾഡ് ഹർ ദ ബാഡ് ന്യൂസ്. ഷീ ബ്രോക്ക് ഡൗൺ ആൻഡ് ക്രൈഡ്. ഞാൻ
ആക്സെന്റ്, യഥാർത്ഥ ആക്സെന്റിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. പിന്നെ ഞാൻ ആക്സെന്റിന്റെ ലക്ഷണം പിന്നെ ലെസൺസ് പ്രത്യേകം ഇടുന്നുണ്ട്, അത് കേട്ട് കഴിയുമ്പോൾ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അടുത്തത് പിന്നെ എന്താണ്, കാർ ബ്രേക്ക് ഡൗൺ ആവുക, വണ്ടി, അവർ കാർ ബ്രോക്ക് ഡൗൺ ആൻഡ് വി ഹാഡ് ടു പുഷ് ഇറ്റ് ഓഫ് ദ റോഡ്. ഹാഡ് ടു എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമർ സ്ട്രക്ചറാണ്, എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതരായി തീർന്നു. വി ഹാഡ് ടു ഗീവ് ഫൈൻ, ഞങ്ങൾക്ക് പിന്നെ അവസാനം ഗതിയില്ലാഞ്ഞ് ഫൈൻ കൊടുക്കേണ്ടി വന്നു. ഇനി ബ്രേക്ക് ഡൗണിന് ഒരർത്ഥവും കൂടെ ഉണ്ട്, അടിച്ചു പൊട്ടിക്കുക, അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. ബ്രേക്ക് ഡൗണിന്റെ വിൻഡോസ് ഉണ്ടോ, ജന്നൽ അടിച്ചു പൊട്ടിച്ചു. സംബഡി ബ്രോക്ക് ഡൗൺ ദ വിൻഡോസ്, ആരോ ജന്നൽ അടിച്ചു പൊട്ടിച്ചു. ഇത്രയും സന്ദർഭങ്ങളിൽ ബ്രേക്ക് ഡൗൺ ഉപയോഗിക്കും. ഇതൊക്കെ അറിയാതെ സംസാരിക്കാൻ ഇറങ്ങുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലാതെ ഗ്രാമർ അല്ല. നിങ്ങൾ വെറുതെ ഗ്രാമറിന്റെ പിന്നാലെ കിടന്ന് പായണ്ട. ഗ്രാമറൊക്കെ വേണം, ബട്ട് അത് ഞാൻ തരുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഗ്രാമർ. ബട്ട് നിങ്ങൾക്ക് ഗ്രാമറിനേക്കാൾ ആവശ്യമാണ് വൊക്കാബുലറി. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമർ അറിയാം, വാക്ക് കിട്ടിയില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. വാക്കുകൾ അറിയാം, ഗ്രാമർ ഒരു പുണ്ണാക്ക് പറഞ്ഞുകൂടാ, സുഖമായിട്ട് സംസാരിക്കാം. നമ്മൾ മംഗലാപുരത്ത് ചെന്നാൽ ചുമട്ടുകാർ സംസാരിക്കുന്നുണ്ട്, കൊല്ലത്ത് തങ്കശ്ശേരി ചെന്നാൽ അവിടുത്തെ ലൈറ്റ് ഹൗസിലെ വാച്ചർ സംസാരിക്കുന്നുണ്ട്. ഗ്രാമറൊന്നും പഠിച്ചിട്ടല്ല, വാക്കുകൾ വെച്ചുള്ള കളിയാണ്. അപ്പൊ ബ്രേക്ക് ഡൗണിന് ഇത്രയും അർത്ഥമുണ്ടെന്ന് അറിയുക. അടുത്തത് ബ്രേക്ക് ഓഫ് ആണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ഓഫ് ആണ്. OFF ഓഫ് ആണ്. BREAK ഓഫ്. ബ്രേക്ക് ഓഫ് നോക്കെ, BREAK ഓഫ്. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിച്ചെടുക്കുക എന്നല്ല, ഒടിച്ചെടുക്കുക. മരത്തിന്റെ കൊമ്പ് ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പെടുത്ത് ചെറിയ കമ്പ് ഒടിച്ചെടുക്കുക, ഒരു വെണ്ടയ്ക്കായിട്ട് എന്തായാലും നമ്മളൊരു ഒരു സാധനം ഒടിച്ചെടുക്കുക, ചോക്ലേറ്റ് ഒടിച്ചെടുക്കുക, ഇതൊക്കെയാണ് ബ്രേക്ക് ഓഫ്. അപ്പൊ നിങ്ങൾ എഴുതുക. അടുത്തത് ബ്രേക്ക് ഓഫ്, 9ാമത്തത് ബ്രേക്ക് ഓഫ്. അർത്ഥം എഴുതണം, ഒടിച്ചെടുക്കുക. എക്സാമ്പിൾ, വി ബ്രോക്ക് ഓഫ്, BROKE, we broke off a piece of, we broke off a piece of chocolate. We broke off a piece of chocolate. ഞങ്ങൾ ഒരു ചോക്ലേറ്റ് ഒടിച്ചെടുത്തു. പിന്നെ മരത്തിന്റെ കൊമ്പ് ഒടിച്ചെടുക്കുക. എന്തും നിങ്ങൾ ഒടിച്ചെടുക്കുന്നതിന് ബ്രേക്ക് ഓഫ് ആണ് പറയുന്നത്. പിന്നെ ബന്ധങ്ങൾ അവസാനിക്കുക. ഉണ്ടോ, they have broken off, they have broken off. they apostrophe v ഇട്ടിട്ട് ദേവ് എന്നൊക്കെയാ വായിക്കുന്നത്. അത് ഞാൻ പ്രൊനൗൺസിയേഷൻ ലെസണിൽ പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണ്. പകരം പ്രൊനൗൺസിയേഷൻ ലെസൺ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതാണ്. അപ്പൊ they have broken off എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു, അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. അപ്പൊ ബ്രേക്ക് ഓഫിന് രണ്ടർത്ഥം. ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒടിച്ചെടുക്കുക എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ബന്ധങ്ങളൊക്കെ അവസാനിക്കുക. ഇനി അടുത്തത് 10ാമത്തത് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കോളണം. മറ്റേത് ബ്രേക്ക് ഓഫിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒന്ന് ഒടിച്ചെടുക്കുക, രണ്ട് ബന്ധങ്ങൾ അവസാനിക്കുക. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അപകടകരമായ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒന്ന് പൊട്ടിപ്പുറപ്പെടുക, എന്തെങ്കിലും കുഴപ്പം പിടിച്ച ഒന്ന് പൊട്ടിപ്പുറപ്പെടുക. ഇപ്പം നമ്മൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഉണ്ടല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പറയുന്നത്. ഇപ്പൊ ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട് ഉണ്ടോ, ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട്, ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട്. അടി, അവിടെ അടി, ലഹള, റൈറ്റ്, RIOT, റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലഹള, അത് പൊട്ടിപ്പുറപ്പെട്ടു. വാർ ഹാസ് ബ്രോക്കൺ ഔട്ട്, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഉണ്ടോ? അപ്പൊ നമുക്ക് പറയാം ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട് ആൾ ഓവർ ദ സിറ്റി. സംഘർഷം അടി പൊട്ടിപ്പുറപ്പെട്ടു. ഫയർ ബ്രോക്ക് ഔട്ട്, പെട്ടെന്ന് തീ പിടിച്ചു, അതങ്ങ് ആടി പടർന്ന് പടർന്ന് പോകുന്നു. ഇതാണ് ഏതെന്ന് പറയുന്നത് ബ്രോക്ക് ഔട്ട്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഔട്ടിന്റെ ഒന്നാമത്തെ അർത്ഥം
കുഴപ്പം പിടിച്ച എന്തെങ്കിലും പെട്ടെന്ന് ആരംഭിക്കുക എന്നാണ്. കണ്ടില്ലേ, ഫയർ ബ്രോക്ക് ഔട്ട്, തീ ആളിക്കത്തി, ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട്. ഇനി അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം രക്ഷപ്പെടുക എന്നാണ്. രക്ഷപ്പെടുക. ദേ ബ്രോക്ക് ഔട്ട് ഓഫ് പ്രിസൺ. രക്ഷപ്പെടുക. കണ്ട, ദേ ബ്രോക്ക് ഔട്ട് ഓഫ് പ്രിസൺ. They broke out of prison എന്ന് പറഞ്ഞാൽ അവര് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. ജയിലിൽ കിടക്കുകയായിരുന്നു, അവർ ജയിലിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ 10 ഫ്രൈസൽ വെർബ് തന്നു കഴിഞ്ഞു. പറ്റുമെങ്കിൽ നാളെയും ഞാൻ അടുത്തത് ഫ്രൈസൽ വെർബ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അടുപ്പിച്ച് ഞാൻ ഫ്രൈസൽ വെർബ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഫ്രൈസൽ വെർബ് 10 എണ്ണം പ്രത്യേകമായിട്ടൊരു വീഡിയോ ആക്കി അയക്കാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയോ എന്നെ വിളിച്ചു പറയുകയോ, സാറേ ഇന്ന കണക്കും കൂടെ ചെയ്താൽ ഉപകാരമായി, ഞങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുക. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആദ്യം കുറേ വൊക്കാബുലറി സെറ്റ് തന്ന് ഉറപ്പിക്കട്ടെ. വൊക്കാബുലറികൾ വൊക്കാബുലറി പഠിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് തുടങ്ങിക്കൊള്ളും. അപ്പോൾ ഇപ്പം ഞാൻ 10 ഫ്രൈസൽ വെർബ് തന്നു കഴിഞ്ഞു. പറ്റുമെങ്കിൽ ഞാൻ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഫ്രൈസൽ വെർബ് ഇടും. ആദ്യം ഞാനൊന്ന് ഫ്രൈസൽ വെർബ് ഇടുന്നു. പിന്നെ നിങ്ങളുടെ താല്പര്യം ഒരു പ്രധാനമാണ്. എൻ്റെ അടുത്ത് ഈ സാറേ ക്ലാസ് മുടങ്ങാതിരണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇടുന്നത്. നിങ്ങളൊക്കെ കാണുമെങ്കിൽ ഞാൻ അടുപ്പിച്ചിടാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, മറ്റൊരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മുടക്കല്ലേ സാറേ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങളൊക്കെ കാണും. ഇതിന് പ്രേക്ഷകരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അടുപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നമുക്ക് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ, ഞാൻ രാധ, കണ്ണനെ